കവിതയുടെ പേര് തൊടൽ. തൊടൽ. നിന്നെ തൊട്ടപ്പോൾ മാത്രം, നിന്നെ തൊട്ടപ്പോൾ മാത്രം തൊടൽ ഒരു കലാരൂപമായി. നിന്നെ തൊട്ടപ്പോൾ മാത്രം തൊടൽ ഒരു കലാരൂപമായി. അതുവരെ തൊട്ടുനിന്നവരൊക്കെ മരങ്ങളും മരിച്ചുപോയവരുമായിരുന്നു. അതുവരെ തൊട്ടുനിന്നവരൊക്കെ മരങ്ങളും മരിച്ചുപോയവരുമായിരുന്നു. നിന്നെ തൊട്ടപ്പോൾ മാത്രം ഇനിയും തൊടാവുന്ന ഒരു തൊടൽ ഉണ്ടായി. നിന്നെ തൊട്ടപ്പോൾ മാത്രം ഇനിയും തൊടാവുന്ന ഒരു തൊടൽ ഉണ്ടായി. തൊട്ടിരിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ വാക്കുകളിലൂടെ ഒരു മനുഷ്യനെ തൊടുക, അതും തൊടലാണല്ലോ. തൊടലെന്ന് പറയുന്നത് കേവലമായ അടുത്തിരിപ്പോ ഒരു കെട്ടിപ്പിടുത്തമോ മാത്രമല്ല. ഒരു മനുഷ്യനെ അറിയാനൊരു വാക്കുമതി എന്ന് പറയുന്നത് പോലെ വായിക്കുക നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ എന്ന് പറയുന്നതും ഒരു തൊടാനുള്ള ശ്രമമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊരു ചെറിയ കവിത കൂടി. ഈ കഴിഞ്ഞ ഒരു 2 വർഷം മനുഷ്യർ, എല്ലാ നാട്ടിലുമുള്ള മനുഷ്യർ അനുഭവിച്ച പലവിധത്തിലായിട്ടുള്ള പ്രശ്നങ്ങളിൽ മാനസികമായ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട്. നമുക്കറിയാം, അത്തരത്തിലുള്ള ഒരുപാട് റിപ്പോർട്ടുകളും ഒരുപാട് വായനകളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നടന്ന് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് അത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരർത്ഥത്തിൽ എങ്ങനെയാണ് ദൈവികമായിട്ടുള്ള ഒരു ഇരിപ്പിടം നമുക്ക് ആശ്വാസം പകരുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വായനയാണ്, ഒരു ശ്രമമാണ്. അത് മനുഷ്യരുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ വായനയുടെ രൂപത്തിൽ നമുക്ക് മുമ്പിലേക്ക് വന്നിട്ടുണ്ടാവാം. പല വിധത്തിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ഒരാശ്വാസത്തിൻ്റെ പേരുകൂടിയാണ് വിശ്വാസമായാലും മറ്റു പല രീതിയിൽ നമ്മൾ വിളിക്കുന്നത്. അത്തരത്തിൽ ചേർത്ത് വായിക്കാവുന്ന ഒരു ചെറിയ കവിതയാണ് ഒരു ചെവിയും. ഒരു ചെവിയും. നീ താങ്ങിയ അത്രയും ഒരു കട്ടിലും താങ്ങിയില്ല. നീ താങ്ങിയ അത്രയും ഒരു കട്ടിലും താങ്ങിയില്ല. നീ കേട്ടുനിന്ന അത്രയും ഒരു ചെവിയും സമയം തന്നില്ല. നീ കേട്ടുനിന്ന അത്രയും ഒരു ചെവിയും സമയം തന്നില്ല. പ്രാർത്ഥിക്കുമ്പോഴെന്താണ് സംഭവിക്കുന്നത് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ആരോ നമ്മളെ കേട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആരോ നമുക്ക് കൂട്ടിരിക്കുകയാണ് എന്നും പറയാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പരസ്പരം കേൾക്കാൻ ആളില്ലാത്ത ആളുകൾ വിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെ അടുപ്പിക്കുന്ന ഏത് പ്രവർത്തനവും നവോത്ഥാന പ്രവർത്തനമാണ്. മനുഷ്യരെ അടുത്തിരുത്തുന്ന, അവരെ പരസ്പരം കേൾപ്പിക്കുന്ന ഏത് പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനമാണ്, രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. കവിതയെക്കുറിച്ച് വിഖ്യാതനായിട്ടുള്ള ഒരു കവി പറഞ്ഞതുപോലെ ജമ്പിങ് ഇൻ ടു ദ അൺനോൺ എന്നാണ് പറയുക. അത് നമുക്ക് കണ്ടെത്താനാവാത്ത ഭാഷയുടെയോ അനുഭവത്തിൻ്റെയോ ഒരു ലോകത്തിലേക്കുള്ള ഒരു ചാട്ടമാണ്. ആ ചാട്ടത്തിൽ നമ്മൾ തൊടുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ കുറച്ചു കാലം ലക്ഷദ്വീപിൽ താമസിക്കാൻ ഇടവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ കടലിൻ്റെ അടിയിലേക്ക് നമ്മളിപ്പോൾ സ്ക്യൂബ ഡൈവിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ ചെറിയൊരു യാത്ര പോയിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ലോകത്തെ നമ്മൾ അടുത്ത് കാണുകയാണ്. ഒരുപക്ഷെ വായനയിലും വാക്കുകളിലും ഭാഷയിലും മാത്രം കണ്ടിട്ടുള്ള കടലിൻ്റെ അടിയിലെ അനുഭവത്തെ ഇന്ന് പലപ്പോഴും വിഷ്വലും വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. അതിനെ നേരിട്ട് കാണുകയാണ്. കവിത എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ സവിശേഷമായി നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ലോകത്തിലേക്കുള്ള, ഒരു വലിയ ലോകത്തിനെ തൊടാനുള്ള ശ്രമമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇത് വലിയൊരു ശ്രമമാണ്. ഈ ശ്രമം ഒരു രാഷ്ട്രീയപരമായ ശരിയാവുന്നത്, സാമൂഹ്യപരമായ ഉണർവാകുന്നത്, സാംസ്കാരികമായ പ്രവർത്തനമാകുന്നത്, ഇത് ഒരു പുതിയ വെളിച്ചത്തിലേക്കുള്ള ദിശ കാണിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വെളിച്ചങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വെളിച്ചങ്ങളെ കൂട്ടുപിടിക്കുകയും ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുകയും പുതിയ സൗന്ദര്യാനുഭവങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ അവസരത്തിന്, ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.